ഖുശ്ബു ബി.ജെ.പി. അധ്യക്ഷയാകുമെന്ന് ചില വിവരങ്ങൾ പുറത്തുവരുന്നു. അണ്ണാമലൈ പഠനത്തിനായി വിദേശത്തേക്ക് പോകുന്ന ഒഴിവിലാണ് ഖുശ്ബുവിനെ സംസ്ഥാന അധ്യക്ഷയാക്കുമെന്ന റിപ്പോർട്ട് വരുന്നത്. ദേശീയ വനിതാ കമ്മീഷൻ അംഗത്വം രാജിവെച്ചത് രാഷ്ട്രീയത്തിൽ സജീവമാകാനാണെന്ന് ഖുശ്ബു സുന്ദർ പറഞ്ഞിരുന്നു. തമിഴ്നാട് ബി.ജെ.പി. അധ്യക്ഷയാകുമെന്നാണ് റിപ്പോർട്ട്. നിലവിലെ അധ്യക്ഷൻ കെ അണ്ണാമലൈ ഫെലോഷിപ്പോടെ ലണ്ടനിൽ പഠിക്കാൻ പോകുന്ന സാഹചര്യത്തിൽ നടി ഖുശ്ബുവിനെ ഈ പദവിയിലേക്ക് നിയമിച്ചേക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. നടൻ വിജയ് പുതിയ പാർട്ടിയുമായി രംഗത്ത് വരുമ്പോൾ അദ്ദേഹവുമായുള്ള ചർച്ചയ്ക്കും ഖുശ്ബുവിന് സാധിക്കുമെന്നാണ് ബി.ജെ.പി. നേതൃത്വം കരുതുന്നത്. താൻ സജീവ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്ന DMK കേന്ദ്രങ്ങളെ അലോസരപ്പെടുത്തുന്നുണ്ടെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാനാവുമെന്നും ഖുശ്ബു ആരോപിക്കുന്നു. പാർട്ടി പുതിയ പദവികളൊന്നും വാഗ്ദാനം ചെയ്തിട്ടില്ല. വനിതാ കമ്മീഷൻ അംഗമായിരിക്കെ പൊതുപ്രവർത്തന രംഗത്ത് ചില നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. നടൻ വിജയുടെ പുതിയ രാഷ്ട്രീയ കക്ഷിയുമായി സഖ്യമുണ്ടാക്കുന്നതിൽ ബി.ജെ.പി. നേതൃത്വം തീരുമാനമെടുക്കും. തന്റെ സഹോദരനായ വിജയ് ബുദ്ധിമാനാണെന്നും രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്ന വിജയ്ക്ക് ആശംസകൾ നേരുന്നതായും ഖുശ്ബു വ്യക്തമാക്കിയിട്ടുണ്ട്. 2023 ഫെബ്രുവരി 27-നാണ് ഖുശ്ബു ദേശീയ വനിതാ കമ്മീഷൻ അംഗമാകുന്നത്. അണ്ണാമലൈ ഈ മാസം 28-നാണ് ലണ്ടനിലേക്ക് പോകുന്നത്. അധ്യക്ഷ പദവിയിലേക്കുള്ള ഖുശ്ബുവിന്റെ നീക്കത്തിൽ പാർട്ടിയിലെ ഒരു വിഭാഗവും അതൃപ്തരാണ്. പാർട്ടിയിൽ സജീവമായി പ്രവർത്തിക്കുന്ന വനതി ശ്രീനിവാസനെയും വിജയധരണിയെയും പോലുള്ള വനിതാ നേതാക്കളുള്ളപ്പോൾ ഖുശ്ബുവിന് അധ്യക്ഷ പദവി നൽകുന്നത് എന്തിനാണെന്നാണ് സജീവമായി ഉയരുന്ന മറ്റൊരു ചോദ്യം. ഖുശ്ബു 2010-ലാണ് DMK-യിലൂടെ രാഷ്ട്രീയത്തിലെത്തുന്നത്. പിന്നീട് 2014-ൽ കോൺഗ്രസിൽ ചേർന്നു. 6 വർഷം കോൺഗ്രസിൽ പ്രവർത്തിച്ച ശേഷം 2020 അവസാനത്തോടെയാണ് ബി.ജെ.പിയിൽ എത്തുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 1000 ലൈൻസ് മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച് പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ട്.